ദേശീയ കമ്മിറ്റി ഓഫീസിനു ചുറ്റും ഡൽഹിയിൽ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് തുടങ്ങി. അവിടെ മാധ്യമങ്ങൾക്കും വിലക്ക് കൽപ്പിച്ചിട്ടുണ്ടെന്ന് ആണ് അറിയുന്നത്. അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ്, വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പറയൂ. സ്ഥിത അല്പസമയം മുമ്പാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഈ പ്രതിഷേധം തുടങ്ങിയത്. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് വലിയ പ്രതിഷേധം. ഈ വോട്ട് കൊള്ള, ഒപ്പം തന്നെ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം, ഈ രണ്ട് വിഷയങ്ങളിൽ ഊന്നിയാണ് ഈ സമരം നടത്തുന്നത്. നിരവധി പ്രവർത്തകർ നേരത്തെ തന്നെ ഈ യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ എത്തിയിരുന്നു. പക്ഷേ ഈ സമരം നേരത്തെ 12 മണിക്കായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ ഇതനുസരിച്ച് ഈ 12 മണിയോടെ ഇവിടെ ഈ സമരത്തിന് പങ്കെടുക്കാനെത്തിയ നിരവധി പ്രവർത്തകർ ഇപ്പോഴും ഈ പോലീസ് ബാരിക്കേഡിന്, അതായത് ഈ യൂത്ത് കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ 3 സൈഡും പോലീസ് ബന്ദോബസ്താക്കിയിരിക്കുകയാണ്. 3 സൈഡും ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ്. അവിടെ പല മാധ്യമങ്ങൾക്കും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യാനെത്തിയ പ്രവർത്തകർക്ക് പോലും അകത്ത് കയറാൻ അനുവാദമില്ല. ഇവിടെ ഇപ്പോൾ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. BNSS 163 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പോലീസ് ഇന്നത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസ് മാർച്ചിന്റെ പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസും ഇങ്ങനെ ഒരു സമരം പ്രഖ്യാപിച്ചത്. എന്തായാലും നിരവധി പ്രവർത്തകർ ഇപ്പോഴും ഈ യൂത്ത് കോൺഗ്രസ് ഓഫീസിന് പുറത്ത്, ഈ പോലീസിന്റെ ബാരിക്കേഡിന് പുറത്താണ് നിൽക്കുന്നത്. പക്ഷേ നേരത്തെ എത്തിയ പ്രവർത്തകർ ഇപ്പോൾ മുദ്രാവാക്യം ഉയർത്തി സമരം നടത്തുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ നടക്കുന്നത്. സ്മിത, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ വീണ്ടും പ്രതിഷേധം. വോട്ടുകൊള്ള ആരോപണത്തിൽ ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് വലിയ സംഘർഷത്തിലേക്ക് കടന്നത്. അവിടെ യൂത്ത് കോൺഗ്രസിന്റെ ഓഫീസിന് മുന്നിലെല്ലാം തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. മാധ്യമപ്രവർത്തകർക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു പോലീസ്. വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അജീഷ് ജയകുമാർ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അജീഷ്, പ്രവർത്തകരെ ബലപ്രയോഗത്തിലൂടെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. ആ സംഘർഷാവസ്ഥ ഇപ്പോഴും അവിടെ തുടരുകയാണോ? വലിയ സംഘർഷാവസ്ഥ തന്നെയാണ് ഈ സമരമുഖത്ത് നമ്മൾ കാണുന്നത്. അതായത് ഈ കനത്ത പോലീസ് സുരക്ഷയാണ് ഇവിടെ ഒരു പോലീസ് ഒരുക്കിയിരുന്നത്. അതായത് 4 സൈഡും, എല്ലാ സൈഡും പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും പ്രവർത്തകർ 12:30യോടെയാണ് ഈ സമര മുദ്രാവാക്യങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങിയത്. ഈ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസിന്റെ വാഹനത്തിൽ കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിക്കുന്നതിനിടയിൽ എന്താണ് ഈ പോലീസ് ഇവരെ തടഞ്ഞത്. പോലീസ് ഈ പ്രവർത്തകരുമായി ഉന്തും തള്ളും ഉണ്ടായിരുന്നു. 100 കണക്കിന് പോലീസുകാരെയാണ് 3 സൈഡിലും 3 ഭാഗത്തും വിന്യസിച്ചിട്ടുള്ളത്. എന്തായാലും കനത്ത സുരക്ഷ തന്നെയാണ് ഈ ഭാഗത്ത് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ സമരത്തെ ശക്തമായി തന്നെ പ്രതിരോധിക്കാനാണ് ഡൽഹി പോലീസും കേന്ദ്ര സർക്കാരും തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സമരം ഈ യൂത്ത് കോൺഗ്രസ് ഓഫീസിന്റെ പരിസരത്ത് നിന്ന് പുറത്തേക്ക് കടക്കാതിരിക്കാൻ പോലീസ് ശ്രമിച്ചിരിക്കുന്നത്. ഇന്നലെ നടന്ന സമരത്തിന് സമാനമായിട്ടുള്ള സംഭവം തന്നെയാണ് ഇവിടെയും ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് എല്ലാ ഭാഗത്തും പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് ഓഫീസിന് പ്രവർത്തകർക്ക് കടക്കാൻ സാധിക്കുന്നില്ല. അത് ബാരിക്കേഡ് മുകളിലൂടെ ചാടിക്കടക്കാൻ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. എന്തായാലും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ സമരം നടത്തുന്നത്. വോട്ട് കൊള്ള, ഒപ്പം തന്നെ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം, ഇതിലാണ് ഇപ്പോൾ ഈ സമരം നടക്കുന്നത്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ വിഷയം വാർത്താ സമ്മേളനത്തിലൂടെ തെളിവുകളടക്കം പുറത്തുവിട്ട ഈ വിഷയം, അത് രാജ്യവ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലൂടെ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക. ഈ സമരത്തിന്റെ അതിനു വേണ്ടിയിട്ടാണ് ഈ സമരം. അതിനായിട്ടാണ് യൂത്ത് കോൺഗ്രസും ഇപ്പോൾ ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് ദില്ലിയിൽ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നാണ് ഈ സമരം തുടങ്ങിയത്. ദേശീയ അധ്യക്ഷനാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. ദില്ലിയിലെ പല ഭാഗത്തു നിന്നും പ്രവർത്തകർ നേരത്തെ തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. എന്നാൽ ഈ 12 മണിയോടെ പ്രഖ്യാപിച്ചിരുന്ന സമരത്തിൽ പങ്കെടുക്കാൻ കുറച്ച് പ്രവർത്തകർ വൈകിയിരുന്നു. മാത്രമല്ല, ചില മാധ്യമ പ്രവർത്തകർക്കും ഇതിനകത്തേക്ക് കയറാൻ, അതായത് ഈ പോലീസ് എല്ലാ ഭാഗത്തും ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുന്നതിനാൽ സമരം റിപ്പോർട്ട് ചെയ്യാൻ യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റി ഓഫീസിന് ചുറ്റും പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയായിരുന്നു പ്രതിഷേധക്കാർ. ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ശ്രമത്തിനിടെയാണ് വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. അജീഷ് ജയകുമാറാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.